ഫ്രണ്ട്സ്, ഏജീസ് ഫൺ ടൈംസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ പറമ്പിലെ ഒരു കൊച്ചു കൃഷിത്തോട്ടമാണ്. ഇത് ഞങ്ങളെല്ലാവരും കൂടെ ഉണ്ടാക്കിയെടുത്ത ഒരു ചെറിയ കൃഷിത്തോട്ടം. അവിടെ ചീരയും പയറും കപ്പയും തെങ്ങും ഒക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ ഞങ്ങളുടെ തെങ്ങ്. ഞാൻ ഇപ്പോൾ പറഞ്ഞില്ലേ, അതാണ് ഈ തെങ്ങ്. പിന്നെ അതിനകത്ത് തേങ്ങ ഉണ്ടാവുന്നുണ്ട്. അതെന്താവോ എന്തോ ഞങ്ങൾ ഇതുവരെ അത് നോക്കിയിട്ടില്ല. ഇതുണ്ടോ, അച്ഛ ആദ്യം കൊണ്ട് വെള്ളം ഒഴിച്ചായിരുന്നു, പക്ഷെ ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയില്ല. ഇത് കണ്ടോ കപ്പ, ഇത് പയറുണ്ടായി കിടക്കുന്നത് കണ്ടോ. നല്ല നീളമാണ് ഈ ഇതിനെ പയറിന്. ഇതെല്ലാം ഞങ്ങളുടെ കൃഷികളാണ്. താഴെയൊക്കെ കപ്പ, ചീരയാണ് ഉദ്ദേശിച്ചത്. ഇത് സൽമാ ചേച്ചിയിലൊക്കെ അച്ഛനാണ്. ഇവിടെ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു, അതിനൊക്കെ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ വെള്ളം ഒഴിച്ചിട്ട് എല്ലാത്തിനും വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറേ കപ്പയുണ്ട് കേട്ടോ അവിടെ, കണ്ടോ. പിന്നെ വാഴയൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. ഇതുണ്ട്, ഇതാണ് ഞങ്ങളുടെ വാഴ. ഒക്കെ ഞങ്ങളുടെ വാഴയാണ് നിൽക്കുന്നത്. നേരത്തേക്ക് നിന്നുകൊണ്ട് സൽമാ ചേച്ചിയിലൊക്കെ പട്ടിക്കുഞ്ഞ് അവിടെ കിടന്ന് ഭയങ്കര കുറയായിരുന്നു. നേരത്തേക്ക് മിണ്ടാതിരിക്കടാ എന്ന് പറഞ്ഞിട്ട് ഈ പട്ടിക്കുഞ്ഞ് കേൾക്കുന്നില്ലായിരുന്നു, ഭയങ്കര കുറയായിരുന്നു. അന്നേരം പിന്നെ ഞാനത് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതാണ്, എന്നിട്ടും അവൻ അവിടെ കുറേ നിർത്തുന്നേ ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാൻ പറ്റണ്ട. ഇതാണ് പട്ടിക്കുഞ്ഞ്. ഇത് ബാക്കിയുള്ള വാഴകൾ ഒരു സൈഡിൽ 2 സൈഡായിട്ടാണ് കേട്ടോ വാഴ നട്ടിരിക്കുന്നത്. പിന്നെ അച്ഛയും അപ്പയും കൂടി ഈ കൃഷിക്കെല്ലാം വെള്ളം ഒഴിക്കുകയാണ്. ഇതുണ്ട്, ബക്കറ്റിനകത്ത് കോരിക്കൊണ്ട് വന്ന് വെള്ളം ഒഴിക്കുന്നതാണ് ഇത് കാണുന്നത്. അപ്പം ആ ടാങ്കിനകത്തോട്ട് ഒഴിച്ച് ആ ടാങ്കിനകത്ത് വെച്ച് ശേഖരിച്ച് വെക്കാനാണ്. ആ 2 ബക്കറ്റിലെ വെള്ളം അതിനകത്തോട്ട് ഒഴിച്ച് അവിടെ അതായത് അപ്പം പിന്നെ വരുമ്പോഴാണെങ്കിൽ ഈ ചീരക്കൊക്കെ വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. കണ്ടോ നമ്മുടെ തെങ്ങ് കണ്ടില്ലേ. അന്നേരത്തേക്കിന് പിന്നെ ആ പട്ടിക്കുഞ്ഞ് അവിടെ കിടന്ന് ഇങ്ങനെ കുറച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അന്നേരം പറഞ്ഞു മിണ്ടായിരിക്കണമെന്ന് പറഞ്ഞപ്പോൾ ശരി ഞാൻ പോവാന്ന് പറഞ്ഞ് അവരങ്ങ് പോയി. കണ്ടോ അച്ഛ വന്നിട്ട് തെങ്ങിന് വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അപ്പയും വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങളുടെ ചീര ഒരുപാട് മൂത്ത് പോയായിരുന്നു. അതുകൊണ്ട് എന്ത് ചെയ്തു, ഞങ്ങൾ പിന്നെ ചീര പറിക്കാൻ നോർത്തു. ഞങ്ങൾ പറിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ചീര നല്ല ഔഷധ ഗുണമൊക്കെ ഉള്ളതാണ്, കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും എന്നൊക്കെ അപ്പോൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ പയറൊക്കെ ഇട്ട് അതിനകത്ത് വെച്ചു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാനൊക്കെ കഴിച്ചു കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ പോകുവാണ്. അച്ചടയിലായിട്ട് ഞാൻ ആ ചീര കൊടുത്തു. ഗൈസ്, ഇത് ഞങ്ങളുടെ വാഴയാണ്, പാളയംകുടം പഴമാണ് കേട്ടോ. അത് പഴുത്തിട്ടില്ല. ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് പഴുക്കുന്നത് വരെ. വലിയ കൊലയാണ്. അപ്പോൾ ഞാനും അപ്പയൊക്കെ പോവാണ് വീട്ടിലോട്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കാതെ. അതുകൂടാതെ സപ്പോർട്ട് കൂടി ചെയ്യുക. താങ്ക് യു.